ടോപ്പിക് എന്ന് പറയുമ്പം ഇൻസിഡൻറ്റൽ ഫംഗ്ഷൻ ആണ്. സോ ഇൻസിഡൻറ്റൽ ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യാഷ് മാനേജ്മെൻറ്റ്, കസ്റ്റഡി ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, ടേക്കിംഗ് കെയർ ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആൻഡ് ന്യൂ സോഴ്സ് ഓഫ് ഫിനാൻസിങ്, റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുമ്പം ഇവാലുവേഷൻ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. സോ എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ്? ക്യാഷ് മാനേജ്മെൻറ്റ് ഇസ് ഓൾ അബൌട്ട് മെയിൻറ്റെയിനിങ് ക്യാഷ് ബാലൻസസ്, ദാറ്റ് ഇസ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. നമുക്ക് കിട്ടുന്ന ക്യാഷും നമ്മൾ പേ ചെയ്യുന്ന ക്യാഷിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ബിസിനസ് ഫേംസ് കുറേ മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2 മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ചെക്കൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ 2 ഓഫീസേഴ്സിൻ്റെ സിഗ്നേച്ചറെങ്കിലും വേണം. അതുമാത്രമല്ല റെസിപ്റ്റും പേയ്മെൻറ്റ്സും എല്ലാം പ്രോപ്പർ അക്കൗണ്ട്സിൽ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റിൽ. രണ്ടാമത്തെ കസ്റ്റഡി ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. കാരണം നമ്മളിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാൽ അതൊരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്ന ടൈമിൽ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസിന് വേണ്ടിയിട്ട്, അതായത് ഓണർഷിപ്പ് ഓഫ് ദി അസറ്റ്, അല്ലെങ്കിൽ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ ഒരു ഓണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ടേക്കിംഗ് കെയർ ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആൻഡ് ന്യൂ സോഴ്സ് ഓഫ് ഫിനാൻസ്. അതായത് ലോട്ട്സ് ഓഫ് പേപ്പർ വർക്ക് ഉണ്ട് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന്. അതായത് നമ്മളിപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പേപ്പർ വർക്കിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി സെക്കൻഡ് ലാസ്റ്റ് പറയുമ്പോൾ ദേ ആർ ഇന്നെവിക്റ്റബിൾ. റെക്കോർഡ് കീപ്പിങ്ങും ബുക്ക് കീപ്പിങ്ങും എല്ലാം ഇന്നെവിക്റ്റബിൾ ആണ്. ഇന്നെവിക്റ്റബിൾ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇപ്പം ബിഗ് ബോസ് കാണുന്ന വ്യക്തികളാണെങ്കിൽ എവിക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം എവിക്ഷൻ എന്താണെന്നുള്ളത് എന്തു പറയുക, എലിമിനേറ്റ് ആക്കുക. അപ്പം എലിമിനേറ്റ് ആക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇന്നെവിക്റ്റബിൾ എന്ന് പറയുന്നത്. സോ അതത്രയേ ഉള്ളൂ. ഇനിയിപ്പം പ്രിപ്പയറിങ് ഇവാലുവേഷൻ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പം ഇവാലുവേഷൻ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം, അതായത് ട്രെൻഡ് അനാലിസിസിലൂടെയും അക്കൗണ്ടിങ് റേഷ്യോയിലൂടെയൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നത് അല്ലേ? അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഫിനാൻസ് ഫംഗ്ഷൻ അങ്ങനെ തീർന്നിരിക്കുകയാണ്. താങ്ക് യു ഓൾ.